എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വൈശാഖിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊയിലാണ്ടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. വൈശാഖിനായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. വിശദാംശങ്ങളുമായി ആകാശ് തലത്തിലാണ് ചേരുന്നത്. ആകാശ്, ഇപ്പോൾ കൂടി അയാളുടെ വൈകൃതങ്ങളുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞതേയുള്ളൂ. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ എലത്തൂരിലെ 26-കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയാണ് വൈശാഖനെ റിമാൻഡ് ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നും മരണത്തിലേക്ക് നീങ്ങുന്ന യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും ഉറക്കുഗുളിക നൽകിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ആൺസുഹൃത്തായ വൈശാഖനെ യുവതി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന വ്യാജേന ജോലി സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നുണ്ട്. കൂടാതെ തന്നെ കൊലപാതകത്തിന് ശേഷം ഇയാൾ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ഞെട്ടിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത് നടന്നത് ഈ മാസം 24-നായിരുന്നു. ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യം ഭാര്യയെ അറിയിക്കണം, വിവാഹം കഴിക്കണമെന്ന് യുവതി പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ യുവതിയെ അയാളുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തുകയും കൂടാതെ ഒരുമിച്ച് ജീവൻ ഒടുക്കാമെന്ന കാര്യം പറഞ്ഞ് മയക്കുമരുന്ന് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഫാനിൽ കയറ് കെട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇയാൾ സ്റ്റൂള് തട്ടി മാറ്റിയത്. പിന്നീട് ഇയാൾ ഭാര്യയെ വിളിച്ചു പറയുന്നു, സഹോദരി ഇവിടെ ഇത്തരത്തിൽ സ്വയം ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യയെയും കൂട്ടി ഇവർ രണ്ടുപേരുമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്നാണ് പോലീസിനെ ഇവർ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് ഇയാളെ സ്ഥാപനം സീൽ ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇയാൾക്ക് സ്ഥാപനത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ സാധിച്ചില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എലത്തൂർ PAക്ക് ഒരു സംശയം തോന്നി അദ്ദേഹം പരിശോധന നടത്തിയത്. അതിലാണ് ഇത്രയും ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ ഇയാളെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ പരിശോധനകൾ നടത്തും. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നാളെ നടത്തുമെന്നാണ് അറിയുന്ന വിവരങ്ങൾ. ഷാമിലി.